സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവുമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്കെത്തി മുന്നണികളും പാർട്ടികളും. ഇത്തവണ ശക്തമായ പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മുന്നണികൾക്കുള്ളിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നു. കോൺഗ്രസിനുള്ളിൽ DCC അംഗത്തിന്റെ രാജിക്കും വഴിയൊരുങ്ങി. കട്ടപ്പനയിൽ സീറ്റ് നിർണയത്തിന്റെ പേരിൽ ഗ്രൂപ്പ് പോരും ആരംഭിച്ചു. രാജകുമാരിയിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPI CPM പോരാട്ടവും തുടങ്ങി. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വന്തമായി വീടെന്ന സ്വപ്നവും പേറി മാരിയപ്പന്റെയും മാതാവ് മാടത്തായുടെയും ദുരിത ജീവിതം. മൂന്നാർ നല്ലതണ്ണി സ്വദേശിയായ മാരിയപ്പന് പൂർണ്ണമായും കാഴ്ചയില്ല. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചൂടുള്ള വാർത്തയുമായി നിലനിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. നോക്കാം പോരാട്ടം 2025. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റു ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെയായി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് മുന്നണികളും പാർട്ടികളും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ പോരാട്ടമായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് വിലയിരുത്തൽ. ഭരണ തുടർച്ചയുടെ നേട്ടമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ മികച്ച വിജയമുണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് വരുത്തുവാനാണ് UDFന്റെ നീക്കം. എന്നാൽ ഇത്തവണ പരമാവധി തദ്ദേശ വാർഡുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ നീക്കമാണ് NDAയ്ക്കുള്ളത്. അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി 834 വാർഡുകൾ, 2 മുനിസിപ്പാലിറ്റികളിലായി 73 വാർഡുകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 112 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തിലേക്ക് 17 സീറ്റുകൾ. ഇവിടെ പോരാട്ടത്തിന്റെ ശംഖുലി മുഴങ്ങിക്കഴിഞ്ഞു. മുന്നണികളും പാർട്ടികളും രാഷ്ട്രീയ കരുനീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇടത് വലത് മുന്നണികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ്. എന്തു വില കൊടുത്തും ഇത്തവണ മികച്ച വിജയമുറപ്പിച്ച ഭരണ തുടർച്ചയുടെ നേട്ടമായി മാറ്റുവാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം കളത്തിലിറക്കി അംഗം ജയിക്കാനാണ് ഇടത് മുന്നണിയുടെ നീക്കവും. കാലേ കൂട്ടിയുള്ള പ്രവർത്തനങ്ങളും ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും 100% ആത്മാർത്ഥതയോടെ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചരിത്രബോധത്തോടെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. കൂടാതെ സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നണിയിൽ യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ച് സീറ്റ് വിഭജന ചർച്ചകൾ പോലും സ്ഥാനാർത്ഥികൾ പോലും എങ്ങുമെത്താത്ത സ്ഥിതിയാണ്. എന്നാൽ UDFന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാകും. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി ഇടത് ഭരണ തുടർച്ചയ്ക്കുള്ള തിരിച്ചടിയാക്കി മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് UDFനുള്ളത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി UDFും മാസങ്ങൾക്ക് മുന്നേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ പ്രാവശ്യം ജനാധിപത്യ ചേരിക്ക് അനുകൂലമായി അവിടുത്തെ രാഷ്ട്രീയ സമീപനം ആളുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ പ്രവർത്തനം ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനാവശ്യമായി നടത്തിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ചർച്ച വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് വാർഡുകളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 90%-ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് UDF കൂടി ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുക എന്ന ഒരു ക്രമപ്പെടുത്തലിന് വേണ്ടിയുള്ള ഒരു ചടങ്ങുകൾ മാത്രമാണ്. മറ്റ് ഘടകകക്ഷികളുമായിട്ടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് സമ്പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി വാർഡുകളിൽ താമര വിരിയിച്ച് കരുത്തുകാട്ടാനാണ് NDAയുടെ നീക്കം. പതിറ്റാണ്ടുകൾ നീണ്ട ഇടത് വലത് മുന്നണികളുടെ ഭരണത്തിന് ജനങ്ങൾ എതിരാണെന്നും കേരളത്തിൽ BJPയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന ചർച്ചയും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് BJPയുടെയും NDAയുടെയും നീക്കം. ഇത്തവണ ഉടുമ്പൻചോലയിലെ എല്ലാ പഞ്ചായത്തുകളിലും തന്നെ
അതായത് 10 പഞ്ചായത്തുകളാണ്. അതിൽ ഈ ഉടുമ്പൻചോലയിൽ വരുന്ന എൻ്റെ ചുമതലയുള്ള 6 പഞ്ചായത്തുകൾ. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി ഉണ്ടാവും. അതുപോലെ എല്ലാ പഞ്ചായത്തിലും BJPയുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാവും ഉണ്ടായിരിക്കുമെന്നാണ് BJP പറയുന്നത്. മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും തദ്ദേശ അംഗത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. വിജയം ഉറപ്പിക്കാൻ എന്തു വിട്ടുവീഴ്ചകൾക്കും തയ്യാറായാണ് മുന്നണികളുടെ കരുനീക്കം. എല്ലാവർക്കും ഒരുപോലെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി ആർക്കൊപ്പമാവുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മുന്നണിക്കുള്ളിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസിനുള്ളിൽ DCC അംഗത്തിന്റെ രാജിക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. കട്ടപ്പന സീറ്റ് നിർണയത്തിന്റെ പേരിൽ ഗ്രൂപ്പ് പോരും ആരംഭിച്ചു. രാജകുമാരിയിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPI-CPIM പോരാട്ടവും ആരംഭിച്ചു. വിവാദങ്ങളില്ലാതെ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വങ്ങൾ പെടാപ്പാട് വിടുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഉപ്പുതറയിൽ സീറ്റ് നിഷേധിച്ചതിൽ DCC അംഗം VK കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇതോടൊപ്പം കട്ടപ്പനയിൽ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയതയും രൂപം കൊണ്ടു. I ഗ്രൂപ്പ് ഏകപക്ഷീയമായി സീറ്റ് നിർണയം നടത്തിയെന്നാണ് ആരോപണം. വാർഡ് കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന KPCC നിർദ്ദേശം അട്ടിമറിച്ചെന്ന് ആരോപിച്ച DCC അംഗം PS രാജൻ രംഗത്തെത്തി. കോർ കമ്മിറ്റികളിലും പ്രാദേശിക തലത്തിൽ ഉപസമിതികളിലും കൂടി വേണം സീറ്റ് സ്ഥാനാർത്ഥികളുടെ ധാരണയുണ്ടാക്കാൻ എന്നാണ് പാർട്ടിയുടെ നയം. അതിനൊക്കെ വിരുദ്ധമായിട്ട് AI ഗ്രൂപ്പ് കൂടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI ഗ്രൂപ്പിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിനൊക്കെ ഉപരിയായിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത്. അപ്പോൾ പ്രാദേശിക തലത്തിൽ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അനുസരിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്നാണ് പാർട്ടിയുടെ നയം. അതിന് വിരുദ്ധമായിട്ടാണ് ചില മേഖലകളിൽ നിന്നും ഈ വാർത്തകൾ വരുന്നത്. അതേസമയം കട്ടപ്പന നഗരസഭയിലെ സീറ്റ് നിർണയത്തിൽ നിലവിൽ ഒരു തർക്കവുമില്ലെന്നും 12-ാം തീയതി കോർ കമ്മിറ്റികൾ കൂടി സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കൽ പ്രതികരിച്ചു. കട്ടപ്പന നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും നാളിതുവരെ വന്നിട്ടില്ല. പത്രങ്ങളിൽ തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലും കോർ കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കട്ടപ്പനയിലെ കോർ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ടുള്ളൂ. 12-ാം തീയതി യോഗം ചേരാനായിട്ട് ഇന്നലെ തൊടുപുഴയിൽ നടന്ന ജില്ലാ UDF നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ആലോചന 12-ാം തീയതി നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ആരംഭിക്കുന്നത്. അതേസമയം ഇത്തവണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തും ഇടഞ്ഞ സ്വരമുയരുന്നുണ്ട്. രാജകുമാരിയിൽ CPIക്ക് സീറ്റ് നിഷേധിച്ചതിൽ ഇടതുമുന്നണിക്കുള്ളിൽ പടലപ്പിടക്കവും ഉടലെടുത്തു. ഇടുക്കിയിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമ്പോൾ രാജകുമാരിയിലെ 13-ാം വാർഡിൽ CPIക്ക് വേണമെന്ന വാദം തള്ളി CPIM അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് CPI ഉയർത്തുന്നത്. സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഇതേ വാർഡിൽ CPIയും സ്ഥാനാർത്ഥിയെ നിർത്തുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിഷയം രമ്യതയിൽ പരിഹരിക്കുവാൻ ഇടതു നേതൃത്വവും ഇടപെടൽ നടത്തുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ, രാജാക്കാട്. കോൺഗ്രസുമായുള്ള പടലപ്പിണക്കത്തിൽ രാജിവെച്ച DCC അംഗം VK കുഞ്ഞുമോൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നു. അതിനായി ചില രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നും ഉടൻ നിലപാട് സ്വീകരിക്കുമെന്നും VK കുഞ്ഞുമോൻ സിറ്റി വിഷനോട് പറഞ്ഞു. അതേസമയം VK കുഞ്ഞുമോൻ DMK-യിലേക്ക് ചേക്കേറുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ആദ്യം VK കുഞ്ഞുമോന്റെ പ്രതികരണത്തിലേക്ക്. വർഷങ്ങളായി നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കാകെ കിട്ടുന്നൊരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു വർഷത്തിലെ 5 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മളതിന് മുമ്പ് നമ്മൾ MLA ആയിട്ടോ MP ആയിട്ടോ സ്ഥാനാർത്ഥിയായിട്ടോ മത്സരിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പം നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇപ്പം പട്ടികജാതി റിസർവേഷൻ സീറ്റാണ്. ആ റിസർവേഷൻ സീറ്റിൽ എനിക്ക് മറ്റുള്ളവരെ ആരുടെയും സപ്പോർട്ട് കൂടാതെ കണ്ട് എതിരില്ലാതെ കണ്ട് നമുക്കൊരു സ്ഥാനാർത്ഥി അവിടെ ആകാൻ കഴിയുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവരെ കച്ചവടം നടത്തിയിട്ട് അവർ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളിനെ, റിട്ടയർഡായ ആളിനെ കൂട്ടിക്കൊണ്ട് വരികയും അവരിൽ നിന്ന് സമ്പത്തുകൾ മേടിച്ചുകൊണ്ട് ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ട്. ഇതിൽ മനമെടുത്തുകൊണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചത് മാത്രമല്ല, അതിനുശേഷം നമ്മൾ പല സംഘടനകളും പല രീതിയിലും നമ്മൾ പലരുമായി നമ്മൾ കൂടിയാലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്.
വി കെ കുഞ്ഞുമോന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്നത് സിറ്റി വിഷനാണ്. സിറ്റി വിഷനിലൂടെയാണ് അദ്ദേഹം ആ കാര്യം വെളിപ്പെടുത്തിയത്. വി കെ കുഞ്ഞുമോനുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിനു ഫിലിപ്പ് സംസാരിച്ചിരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, എന്തായിരുന്നാലും കോൺഗ്രസുമായിട്ടുള്ള ആ ഒരു ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയൊരു രാഷ്ട്രീയ ചുവടുമാറ്റത്തിലേക്കാണ് വി കെ കുഞ്ഞുമോൻ ലക്ഷ്യം വെക്കുന്നത്. അതെവിടേക്ക് എന്ന ചോദ്യം നിൽക്കുന്നു. ഒപ്പം തന്നെ DMK-യിലേക്ക് വി കെ കുഞ്ഞുമോൻ പോകും. താൻ ആവശ്യപ്പെട്ട അതേ സീറ്റിൽ തന്നെ മത്സരിക്കുവാനുള്ള ഒരു അവസരം DMK അവിടെ ഒരുക്കും എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസിന് വി കെ കുഞ്ഞുമോൻ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്. തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കോൺഗ്രസിൻ്റെ DC മെമ്പറായിരിക്കുന്ന ശ്രീ വി കെ കുഞ്ഞുമോൻ്റെ രാജി. കോൺഗ്രസിലുള്ള പടലപ്പിണക്കങ്ങളും തർക്കങ്ങളും മറന്നേക്ക് പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചെങ്കിലും അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഫലം കാണാത്തതിനെ തുടർന്ന് അദ്ദേഹം DMK-യിലേക്ക് പോകുന്ന പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തമിഴ് ഏറെ സ്വാധീനമുള്ള ഉപ്പുതറ അടക്കമുള്ള മേഖലകളിൽ DMK അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വി കെ കുഞ്ഞുമോൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തുകയും അടുത്ത ദിവസങ്ങളിൽ DMK-യുടെ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വി കെ കുഞ്ഞുമോൻ്റെ പൊരികണ്ണി വാർഡിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഏറെ തലവേദന ഉണ്ടാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ കോൺഗ്രസിലുള്ള ആദ്യത്തെ ഒരു സംഭവം നമുക്ക് വിലയിരുത്താം. അത്തരത്തിലാണ്. എന്തായിരുന്നാലും വി കെ കുഞ്ഞുമോൻ DMK-യിലേക്ക് ഏറെക്കുറെ എത്തുമെന്നുള്ള കാര്യമാണ് ഉറപ്പിക്കാവുന്നത്. അത്തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിനു ഫിലിപ്പ്. ഈ വാർത്തയുടെ ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച DCC അംഗം വി കെ കുഞ്ഞുമോനുമായി ചർച്ച നടത്തിയെന്ന DMK നേതൃത്വം. കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും പുറത്തു പോകുന്നവർ BJP-യിലേക്ക് പോകാതിരിക്കുവാനുള്ള പരിശ്രമം കൂടിയാണ് തങ്ങൾ നടത്തുന്നതെന്നും അതിന്റെ ഭാഗമായി കൂടിയാണ് വി കെ കുഞ്ഞുമോനുമായി ചർച്ച നടത്തിയതെന്നും DMK ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രമോദ് എന്നിവർ സിറ്റി വിഷനോട് പറഞ്ഞു. പ്രതികരണം നോക്കാം. DMK പാർട്ടി എന്ന നിലയിൽ സമാന ചിന്താഗതിക്കാരുടെ ആൾക്കാർ ഒത്തിരി കടന്നു വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ DCC അംഗം എന്ന നിലയിൽ അദ്ദേഹം വരും എന്നുള്ള ഉറപ്പൊന്നും ഞങ്ങൾക്കില്ല. ഇനി ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളതിൽ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്നാണെങ്കിലും പോകുന്ന ആൾക്കാർ വർഗീയ പാർട്ടിയായ BJP-യിൽ ചെന്നുകയറി അതിലെ കൃത്യമായി തടയിടുക എന്നുള്ളത് DMK-യുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. തുടർന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ തന്നെ പാർട്ടി മുൻതൂക്കം കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം, ഉടുമ്പൻചോല, എരുമേട് താലൂക്കുകൾ പാർട്ടി ഇപ്പോൾ നിലവിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിട്ട് മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഒരുക്കുക. ഒപ്പം പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഉണ്ടായിരിക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി കാലേക്കൂട്ടി ഒരുക്കങ്ങൾ നടത്തുന്നതിനും നടത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാരും ഇരു ജില്ലകളിലെയും SP-മാരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അന്തർ സംസ്ഥാന യോഗം ചേർന്നത്. മുൻകാലത്തിലേതുപോലെ തന്നെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചാണ് ഇത്തവണയും മണ്ഡലകാല ഒരുക്കങ്ങൾ നടത്തുക. ഭക്തർ അധികമായിട്ടെത്തിയാൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളും ഒപ്പം അയ്യപ്പ ഭക്തർക്ക് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളടക്കം നൽകുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരു കാര്യം കൂടെ, നമ്മുടെ 2 ഡിസ്ട്രിക്റ്റിൻ്റെയും 2 സ്റ്റേറ്റിൻ്റെയും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് PRD ഇതാവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള ഇൻഫർമേഷൻ അതാത് സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. ഭക്തർ കാനനപാതയിലൂടെ അടക്കം കടന്നു പോകുമ്പോൾ വനമേഖലയിൽ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കണമെന്നും തേനി കളക്ടറും വ്യക്തമാക്കി. கேரளா அண்ட் தமிழ்நாடு சைடில் நல்ல எஃபர்ட் எடுக்கிறோம். ஸோ பக்தர்கிட்ட என்னோட ரிக்வெஸ்ட் இருக்குது, இது எல்லாமே க்ரீன் ஜோன் மாதிரி ஏரியா இருக்குது. ஸோ எல்லா பக்கத்தில் ஃபாரஸ்ட் ஏரியா இருக்குது, நடந்து போகிறோம் அந்த மாதிரி இருக்குது. ஸோ நிறையா உங்களுக்கு தெரியும் அந்த மாதிரி ஐட்டம்ஸ் எல்லாம் நிறைய ரெஸ்ட்ரிக்ட் பண்ணியிருக்கோம். எஸ்பெஷலி
ரிஸ்ட்ரிக்ட் பண்ணாத ஐட்டம்ஸ் எல்லாம் இருக்குது. பட் எஸ்பெஷலி அந்த பிளாஸ்டிக் எல்லாம் கண்டிப்பாக யூஸ் பண்ணக்கூடாது. ലെസ് ആൻഡ് ലെസ് പ്ലാസ്റ്റിക് യൂസ് பண்ணால் നമുക്കും എൻവയോൺമെൻറ്റിനും நல்லா இருக்குது. സുരക്ഷാ സംവിധാനമടക്കം ഇത്തവണ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായിരിക്കും. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ കുമളിയിൽ നിന്നും കട്ടപ്പന വഴി ഗതാഗതം തിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇടുക്കി തേനി SP-മാരും വ്യക്തമാക്കി. തമിഴ്നാട് പോലീസുമായിട്ട് ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ ഫോം ചെയ്യും. അതുകൊണ്ട് ബേസിക് തലത്തിലുള്ള താഴെത്തലത്തിൽ പെട്ടെന്ന് തന്നെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സുള്ള നീക്കങ്ങൾ അതിനകത്ത് നടത്താൻ പറ്റും. ഒരു സ്മൂത്ത് ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. സ്മൂത്ത് ഫ്ലോ ഹിൻഡർ ചെയ്യാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. என்னென்ன ஃபெசிலிட்டிஸ் வேணுமோ எங்களுக்கு மாவட்ட நிர்வாகத்தை கண்டுனா நாங்கள் அதுக்கு உதவி பண்ணுறதுக்கு தயாராக இருக்கிறோம். எந்த ஸ்டேஷன்லையும் வந்து ஹெல்ப் பண்ணுறதுக்கு போலீஸ் இருக்கிறாங்க. കുടിവെള്ളം, ഗതാഗതം, മെഡിക്കൽ സംഘത്തിന്റെ സേവനം, ആംബുലൻസ് സർവീസ് എന്നിവയടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നേ ഒരുക്കുന്നതിനാണ് 2 ജില്ലാ ഭരണകൂടങ്ങളുടെയും തീരുമാനം. സിറ്റി വിഷൻ, കുമളി. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വന്തമായി വീടെന്ന സ്വപ്നവും പേറി മാരിയപ്പനും മാതാവ് മാടത്തായുടെയും ദുരിത ജീവിതം. മൂന്നാർ നല്ലതണ്ണി സ്വദേശിയായ മാരിയപ്പന് പൂർണ്ണമായും കാഴ്ചയില്ല. പെൻഷൻ കിട്ടുന്ന 1600 രൂപ മാത്രമാണ് ഏക ആശ്രയം. തോട്ടത്തിൽ നിന്നും വിരമിച്ച മാരിയപ്പനും മാതാവും ഇപ്പോഴും കഴിയുന്നത് ചോർന്നൊലിക്കുന്ന കമ്പനിയുടെ കെട്ടിടത്തിൽ. ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങേണ്ട ഗതികേടിലാണിവർ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായി മുട്ടാൻ ഇനി വാതിലുകളും ബാക്കിയില്ല. കണ്ണിന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട മാരിയപ്പനും 75 വയസ്സുള്ള മാതാവ് മാടത്തായും മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കമ്പനിയുടെ ഈ കെട്ടിടത്തിലാണ് അന്തിയുറങ്ങുന്നത്. 20 വർഷമായി കമ്പനിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ട്. ഇവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞാൽ പോകാൻ ഇനിയൊരിടമില്ല. 2001 ഞരമ്പിനുണ്ടായ അസുഖത്തെ തുടർന്ന് കണ്ണിന് കാഴ്ച കുറേശ്ശെയായി നഷ്ടപ്പെട്ടു. വേണ്ട ചികിത്സ നൽകാൻ പണമില്ലാത്തതിനാൽ ഇപ്പോൾ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട് അകക്കണ്ണിന്റെ വെളിച്ചത്തിലാണ് മാരിയപ്പന്റെ ജീവിതം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 2005 മുതൽ ഒരു വീടിനായി ഇവർ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനിലും ഇവരുടെ പേരില്ല. ஒரு 3 தலைமுறை நாங்கள் இங்கே தான் இருக்கோம். என் பேர் மாறிப்பேன். எனக்கு வந்து சுத்தமாக கண்ணு தெரியாது. எங்கள் அம்மா உழப்பில் தான் சாப்பிட்டுருக்கோம். 3 நாள் வேலையில் வீடு வாசல் எதுவும் கிடையாது. கேட்டாலும் அங்கே போ, இங்கே ப்ளோக்கு போ, சப்ளை ஆஃபீஸ் இங்கே ജില്ലാ പഞ്ചായത്തിൽ പോ, കളക്ടറെ പാரு அப்படின்லாம் സബ് കളക്ടറെ പാരുന്നെല്ലാം சொல்கிறாங்க. அங்கே போனால் மறுபடியும் 3 പഞ്ചായത്തിൽ അനുப்புறாங்க. വിധി വില്ലനായി വന്ന് ജീവിതം ഇരുട്ടിലാക്കിയപ്പോൾ മാരിയപ്പൻ തളർന്നില്ല. പക്ഷേ ഒരു പതിറ്റാണ്ടായി പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റ് വരെയുള്ള സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കരുണയ്ക്കായി കൈനീട്ടുമ്പോൾ ഇരുട്ടിലായ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാം. ഇവരുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ അധികൃതർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കി മാറ്റുമെന്ന പ്രഖ്യാപനം ഇനിയും ഫലം കണ്ടില്ല. അടിമാലി, മച്ചിപ്ലാവ്, കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് എയ്ഡഡ് പ്രഖ്യാപനം കാത്തുകിടക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിലെ എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തുന്ന കാര്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അടിമാലി, മച്ചിപ്ലാവ്, കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനടക്കം നിരവധിയായ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെയും നിരവധിയായ ജീവനക്കാരും പ്രവർത്തിച്ചു വരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. 100 കുട്ടികളിലധികം പഠനം നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് ആക്കി തീർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രഖ്യാപനം ഇന്നും നടപ്പിലായിട്ടില്ല. തുടർ നടപടികൾ പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി പറയുന്നത്. കേരളത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ, പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ കഴിഞ്ഞ 2 ഭരണപക്ഷത്തിന് മുമ്പ് ഗവൺമെൻറ് ഒരു 10 വർഷം മുൻപ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്റ്റാറ്റസ് നൽകാം എന്ന് പറഞ്ഞ് 33 സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്റ്റാറ്റസിലോട്ട് നൽകിയില്ല. അതിൻ്റെ ഓർഡർ ഇറക്കി. പക്ഷേ ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ക്യാൻസലായിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ BRCയിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ സുപ്രീം കോടതി സ്കൂളുകളിൽ നിയമിക്കാനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ തുച്ഛ ശമ്പളമാണ് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നം.
വലിയ തുക നൽകി അധ്യാപകരെ ജോലിക്ക് നിയമിക്കുവാൻ പല സ്പെഷ്യൽ സ്കൂളുകൾക്കും ശേഷിയില്ല. സ്കൂളുകൾ എയ്ഡഡായി ഉയർത്തിയാൽ അധ്യാപകർക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കും. അംഗീകാരത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പല സ്കൂളുകളും വലിയ തുക മുടക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ ഇതിനായി ചിലവഴിച്ച തുക അധിക ബാധ്യതയായി മാറി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ പൊതുധാരയിൽ ചേർത്ത് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തുന്ന കാര്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുകയാണ്. കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം CPI വാർഡിലേക്ക് മാറ്റിയതാണ് വിവാദത്തിന് വഴിയിട്ടിരിക്കുന്നത്. ഇതോടുകൂടി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് 3ാം വാർഡിലെ ചാറൽമേട്ടിലേക്ക് മാറ്റിയത്. 2, 3, 4 വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന കൈലാസപ്പാറ സബ് സെന്ററാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തിൽ പുതിയതായി നിർമ്മാണം പുരോഗമിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 27 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പ് 54 ലക്ഷം രൂപയും മുടക്കി 81 ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് പള്ളിയാടിയുടെ വാർഡിലാണ് പുതിയ കെട്ടിടം വരുന്നത്. ഇതോടുകൂടിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായതും. മൈനർ സിറ്റിയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ സേവനം 2, 4 വാർഡുകളിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. മെമ്പർമാർ ഇടപെടാത്തത് കൊണ്ടാണല്ലോ ഈ മാറ്റം വന്നത്. അത് ഇടപെടേണ്ടതായിരുന്നു അവിടെ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പാർട്ടിക്ക് പരാതി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നില്ല. അതെ, ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇതേസമയം പുതിയ ആശുപത്രിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ഞപ്പെട്ടിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി അവിടെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് BJP ഉയർത്തുന്നത്. മഞ്ഞപ്പെട്ടി ഉൾപ്പെടെ ഉള്ള വാർഡുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് കിട്ടേണ്ട സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനം അവിടെ നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ചാർലമെട്ടിലും ഈ സ്ഥാപനം പുതിയ സ്ഥാപനം തുടങ്ങുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലാത്ത പക്ഷം BJP ശക്തമായ സമരപരിപാടിയുമായി മുൻപോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ചാറൽമെട്ടിലെ ജനങ്ങൾക്കേറെ പ്രയോജനകരമാകും ആശുപത്രി എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒട്ടനവധി പുരോഗതിയും ആശ്വാസവും ഏകുന്ന പദ്ധതിയാണ് ഈ ആശുപത്രി. അത് മാത്രമല്ല,
3-ാം വാർഡിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. 2 കുടിവെള്ള പദ്ധതി, ഒന്ന് ഉമ്മാക്കിടയ്ക്കും ഒന്ന് ചാറിനും വേണം. അതേസമയം യാതൊരുവിധ കൂടിയാലോചനകളും ഇല്ലാതെയാണ് ആശുപത്രി മാറ്റിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്നതിനും പരാതികളിൽ ഉടൻ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനും ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ കളക്ടർ ചെയർമാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ കൺവീനറുമാണ്. ജില്ലാ പോലീസ് മേധാവി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരാണ് അംഗങ്ങൾ. പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾക്ക് ഉടൻ തന്നെ പരിഹാരം കാണുന്നതിന് കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കും. കുറ്റക്കാർക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടിയും സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ട ചാരായ നിർമ്മാണം വാറ്റാനായി സൂക്ഷിച്ചിരുന്ന കോട പിടിച്ചെടുത്ത് എക്സൈസ് സംഘം നശിപ്പിച്ചു. ഇടുക്കി കൊച്ചറ മണിയൻപെട്ടി മേഖലയിലാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന കോട കണ്ടെത്തിയത്. 440 ലിറ്റർ കോടയാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. 220 ലിറ്ററിന്റെ 2 ബാരലുകളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇവിടെ കോട ഇട്ടിട്ടുള്ളതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. സമീപത്തു നിന്നുമായി വാറ്റുപകരണങ്ങളും കണ്ടെത്തി. ഉടുമ്പൻചോല എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെയും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോട കണ്ടെത്തി നശിപ്പിച്ചത്. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ യുവതിയുവാക്കളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്ക് മൂന്നാറിൽ ആവേശ സ്വീകരണം നൽകി. സ്വീകരണത്തോടനുബന്ധിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടി ദേവികുളം സബ് കളക്ടർ ആര്യ VM IAS ഉദ്ഘാടനം ചെയ്തു. ലഹരി സമൂഹത്തിൽ വിപത്തായി വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് തുടർ നടപടികൾ കടുപ്പിക്കുന്നതിനൊപ്പം ബോധവൽക്കരണവും നടത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KR ബിജു കോർഡിനേറ്ററായിട്ടുള്ള ത്രിദിന മോട്ടോർ സൈക്കിൾ റാലി ആരംഭിച്ചത്. തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി മൂന്നാറിലെത്തിയ റാലിക്ക് ആവേശ സ്വീകരണമാണ് ഒരുക്കിയത്. ജാഥയെ സ്വീകരിച്ച SPC കുട്ടികൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ, മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ എന്നിവർ ഫ്ലാഷ് മോബുകൾ അവതരിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച മൂകാഭിനയവും ഏറെ ശ്രദ്ധേയമായി. മൂന്നാർ ഒന്നാകി എത്തി നൽകിയ ആവേശകരമായ സ്വീകരണ പരിപാടി ദേവികുളം സബ് കളക്ടർ ആര്യ VM IAS ഉദ്ഘാടനം ചെയ്തു. ജീവിതം ലഹരിയാക്കിയിട്ടുള്ള, ഇപ്പം നമ്മളുടെ കുറേ ബൈക്കേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യാത്ര ലഹരിയാക്കിയിട്ടുള്ള, ജീവിതം ലഹരിയാക്കിയിട്ടുള്ള, ജീവിതത്തിൽ പുതിയ പുതിയ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, അധ്വാനിച്ച് ജീവിക്കണം, അതിലൂടെ ലഹരി കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം എന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു നാടാണ് മൂന്നാർ. അതോടൊപ്പം തന്നെ നമുക്ക് വളർന്നു വരുന്ന ലഹരി ഉപയോഗവും നമ്മളുടെ നാടിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഹരി എന്നതിനെതിരെ ശക്തമായിട്ടൊരു സന്ദേശം നൽകാനായിട്ട് മൂന്നാറിലും ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിലില്ല. SPC വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഉദ്ഘാടന യോഗത്തിൽ മൂന്നാർ DYSP ചന്ദ്രകുമാർ S അധ്യക്ഷത വഹിച്ചു. ഇടുക്കി DYSP രാജൻ K അരമന, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ, KDH കമ്പനി അധികൃതർ, നിരവധി പൊതുജനങ്ങളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ, വെള്ളി ഗ്രാമിന് 170 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവുമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്കെത്തി മുന്നണികളും പാർട്ടികളും. ഇത്തവണ ശക്തമായ പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മുന്നണികൾക്കുള്ളിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നു. കോൺഗ്രസിനുള്ളിൽ DCC അംഗത്തിന്റെ രാജിക്കും വഴിയൊരുങ്ങി. കട്ടപ്പനയിൽ സീറ്റ് നിർണയത്തിന്റെ പേരിൽ ഗ്രൂപ്പ് പോരും ആരംഭിച്ചു. രാജകുമാരിയിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPI CPM പോരാട്ടവും തുടങ്ങി. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വന്തമായി വീടെന്ന സ്വപ്നവും പേറി മാരിയപ്പന്റെയും മാതാവ് മാടത്തായുടെയും ദുരിത ജീവിതം. മൂന്നാർ നല്ലതണ്ണി സ്വദേശിയായ മാരിയപ്പന് പൂർണ്ണമായും കാഴ്ചയില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.